നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ശനിയുടെ രാശിമാറ്റം തന്നെ പലപ്പോഴും പല നക്ഷത്രക്കാർക്കും ഗുണദോഷ ഫലങ്ങൾ സംഭവിക്കാറുണ്ട്. ശനി വളരെ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ്. ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ സ്വാധീനത്തിന് അധീനപ്പെടാൻ സാധിക്കുന്ന ശനി ഗ്രഹത്തിന്റെ ഓരോ മാറ്റവും വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു കാര്യമാണ്. ശനിയുടെ വക്രഗതി സംഭവിക്കുന്നു. ജൂലൈ 27 ശനി വക്രത്തിലേക്ക് മാറുന്നു. ഡിസംബർ 11 വരെയുള്ള വക്രഗതിയിലുള്ള മാറ്റം ശനിയുടെ ഫലങ്ങൾ ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ഇപ്പോൾ പറയുന്നത് ശനിയുടെ വക്രഗതി കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് വളരെ ദോഷഫലങ്ങൾ സംഭവിക്കുന്നു. ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ച ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ അധികരിക്കുന്നു. പക്ഷേ ഈശ്വരാധീനമുണ്ടെങ്കിലും ശനിയുടെ അനുഗ്രഹമുണ്ടെങ്കിലും ശനി ദോഷ നിവാരണത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ഈ ശനിയുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞു കിട്ടും. ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ശനിയുടെ വക്രഗതി കൊണ്ട് മാറ്റം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളാണ് അധികരിക്കാൻ സാധ്യത. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്രയധികം ദോഷഫലങ്ങളും ചില ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും സംഭവിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശനിയുടെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിൽ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത്. രോഗദുരിതങ്ങൾ, അപകടങ്ങൾ, സാമ്പത്തിക ക്ലേശം, എല്ലാ വിധത്തിലും തടസ്സങ്ങൾ, ജോലിയിൽ തടസ്സം ഇത്യാദി കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ഏറ്റക്കുറച്ചിലോടുകൂടിയാണ് പല നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നത്. ഈശ്വരാധീനവും ശനിയുടെ അനുഗ്രഹം ഉള്ള ആളുകൾക്ക് ഏത് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യത്തിലും ആ ദോഷഫലത്തിന്റെ ആധിക്യം കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഉള്ള ദോഷങ്ങൾ അനുഭവിക്കേണ്ട ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളുകൾ ആരൊക്കെയാണെന്നും അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ശനിയുടെ വക്രഗതി കൊണ്ട് ഏറ്റവും ദോഷഫലങ്ങൾ സംഭവിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് അവർക്ക് പണസമൃദ്ധി നിൽക്കുന്നു. പണം ഇതുവരെ സമൃദ്ധമായി വന്നുകൊണ്ടിരുന്ന സാഹചര്യമുണ്ടെങ്കിൽ പണത്തിന് പല ബുദ്ധിമുട്ടുകളും അകാരണമായിട്ടുള്ള പണത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന, നഷ്ടങ്ങൾ സംഭവിക്കുന്ന, ലാഭമുണ്ടാകുമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചിരുന്ന പ്രവർത്തികൾ നഷ്ടത്തിലേക്ക് എത്തിച്ചേരുക, അനാവശ്യമായ പണനഷ്ടം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നു. അതോടൊപ്പം തന്നെ അകാരണമായ ഭയം അവരുടെ മനസ്സിനെ അലട്ടുന്നു. ഒരു സുരക്ഷിതത്വമില്ലായ്മ തോന്നുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ രോഗദുരിതങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ, ശരീരത്തിന് ഒരു സുഖമില്ലാത്ത ഒരു സാഹചര്യം എല്ലാം ഉണ്ട്, പക്ഷേ ശരീര സുഖമില്ല ഇത്യാദി കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പഠനത്തിൽ ഉദാസീന ഭാവം, അലസത ഇത്യാദി കാര്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ കേസ്, വഴക്ക്, കോടതി വ്യവഹാരം, വാക്കുതർക്കങ്ങൾ ഇത്യാദി കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ ധനനഷ്ടം, വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ബന്ധുജനങ്ങൾക്ക് പലതരത്തിലുള്ള രോഗദുരിതങ്ങളോ ഒറ്റപ്പെടാനുള്ള സാഹചര്യങ്ങളോ സംഭവിക്കാം. പ്രത്യേകിച്ചും യാത്രയിൽ ചില ബുദ്ധിമുട്ടുകൾ, ചില അപകട സാധ്യതകളൊക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവർ ചെയ്യേണ്ടത് ശനി ദോഷ നിവാരണത്തിനു വേണ്ടി നവഗ്രഹ പൂജ ചെയ്യുക. ശനി പൂജ ചെയ്യാം. അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശനിദോഷ ദുരിതങ്ങൾ മാറി അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും എല്ലാ വിധത്തിലുള്ള ദോഷ ദുരിതങ്ങൾ മാറുന്നതിനും ഇതിലൂടെ സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് സന്താന ദുരിതമുണ്ടാകുന്ന ഒരു സമയമാണ്. സന്താന ക്ലേശം വർദ്ധിക്കുന്നു. സന്താന ലബ്ധി, സന്താന ഭാഗ്യം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ബന്ധുജനങ്ങളിൽ തമ്മിൽ സ്നേഹബന്ധത്തിന് ഒരു ഇടർച്ച സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. കലാസ്വഭാവം വർദ്ധിക്കുന്നു. കുടുംബത്തിൽ സ്നേഹബന്ധത്തിന് കുറവ് സംഭവിക്കുന്നു. സാമ്പത്തികപരമായി ചില ബുദ്ധിമുട്ടുകൾ തലപൊക്കുന്ന ഒരു സമയം കൂടിയാണ്.
അതായത് വരവിനേക്കാൾ കൂടുതൽ ചെലവ് അധികരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അയൽക്കാരോ ബന്ധുമിത്രാദികളോ തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസിക സ്വാരസ്യങ്ങളോ സമാധാനമില്ലാത്ത സാഹചര്യങ്ങളോ ഒക്കെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇവർ ചെയ്യേണ്ടതും ശനിദോഷ നിവാരണം വരുത്തുക, ശനി പൂജ ചെയ്യുക, അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഹനുമാൻ സ്വാമിക്കും ശാസ്ത ക്ഷേത്രത്തിലും വഴിപാടുകൾ സമർപ്പിക്കുക. ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യവും അതോടൊപ്പം തന്നെ വെറ്റിലമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശാസ്താവിന് കടും പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പല വിധത്തിലുള്ള ദോഷദുരിതങ്ങൾ അനുഭവിക്കേണ്ട പല ബുദ്ധിമുട്ടുകളൊക്കെ മാറും. വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ സമയമാണ് ഇതുവരെ വന്നു ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ളൊരു സമയമാറ്റം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിന് ഇടിവരാനുള്ള സാഹചര്യവും ജീവിത പങ്കാളിക്ക് ശാരീരിക അസ്വസ്ഥതകൾ വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ശത്രുദോഷം വർദ്ധിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നു. കൊടുക്കൽ വാങ്ങലുകൾ, വ്യവഹാരങ്ങൾ, കോടതി വ്യവഹാരം, അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ വളരെയധികം തിരിച്ചടികൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ശാസ്താക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ശനിദോഷ നിവാരണത്തിനും ഗ്രഹദോഷ നിവാരണത്തിനും നവഗ്രഹ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം വന്നു ചേരുന്നു. രോഗദുരിതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരുന്നു. ചില സമയങ്ങളിൽ ശാരീരിക അസ്വസ്ഥതകൾ മൂലം പല വിധത്തിലുള്ള അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. സമയത്തിന് എത്താൻ സാധിക്കാതെ വരുന്നു. പ്രവർത്തനങ്ങളിൽ മന്ദത സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാക്കുതർക്കത്തിൽ പെടാതെ സൂക്ഷിക്കുക. വലിയ ബാധ്യതകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള തിരിച്ചടികൾ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. തൊഴിൽ നിന്നുള്ള വരുമാനം നിലയ്ക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. കടബാധ്യത വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ശസ്ത്രക്രിയ, ചികിത്സാ മാർഗങ്ങൾ തേടേണ്ട, വലിയ തോതിൽ തന്നെ സാമ്പത്തിക നഷ്ടം വന്നു ചേരുന്ന ചികിത്സകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ആശുപത്രിവാസത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ തമ്മിലുള്ള ചില സ്വാരസ്യങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. കോടതി വ്യവഹാരങ്ങളോ പോലീസ് കേസുകളോ സംഭവിക്കാനുള്ള സാഹചര്യം ഒരു സമയം കൂടിയാണ്. ഇവരും ഈ നക്ഷത്രക്കാരും ഹനുമാൻ ക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ദർശനം നടത്തുക. ശനിദോഷ നിവാരണത്തിന് നവഗ്രഹ ദോഷത്തിനും വഴിപാടുകൾ സമർപ്പിക്കുക. നവഗ്രഹ പൂജ ചെയ്യുക. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും ലഭിക്കാനുള്ള സഹായം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ വന്നു ചേരുന്നു. മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. മാനസികപരമായിട്ടുള്ള ദോഷങ്ങൾ അധികരിക്കുന്ന സമയമാണ്. മംഗളകർമ്മങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ വന്നു ചേരുന്നു. എത്ര തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചാലും ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും പ്രവർത്തനങ്ങൾക്കൊക്കെ അലച്ചിൽ സംഭവിക്കുന്ന സമയമാണ്. അധിക ചെലവ് വന്നു ചേരുന്നു. പണച്ചെലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. മാനസിക സമ്മർദ്ദം വന്നു ചേരുന്നു. അപകട സാധ്യതകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ നക്ഷത്രക്കാരും ഹനുമാൻ ക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. അടുത്ത നക്ഷത്രം തൃട്ടാതി നക്ഷത്രമാണ്. തൃട്ടാതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കുന്ന തലപ്പൊക്കുന്ന ഒരു സമയമാണ്. ധന തടസ്സം വന്നു ചേരുന്നു. പണത്തിന് വളരെയധികം തടസ്സം വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നത് അതിന് കാലതാമസം വന്നു ചേരുന്നു. ദാമ്പത്യ സൗഖ്യം കുറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ വളരെ അധികം ഇവർക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്ന ഒരു സമയം. ഏതൊരു കാര്യത്തിന്
ഇറങ്ങിപ്പുറപ്പെട്ടാലും അതൊക്കെ ലക്ഷ്യപ്രാപ്തി നേടാതെ പോകുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരും ഹനുമാൻ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക, ശാസ്താക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക, ശനിദോഷ നിവാരണത്തിന് നവഗ്രഹ പൂജ ചെയ്യുക. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ, ദോഷ ദുരിതങ്ങളൊക്കെ മാറി അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.